സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ 8 കൊല്ലവർഷം 1200 ചിങ്ങം 23 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വേദനയുടെ നാളുകൾ പിന്നിട്ട് അവരെത്തി ചൂരൽമലയിലെ വിദ്യാലയങ്ങൾ ഉണർന്നു. രണ്ടാം പ്രവേശനോത്സവം. കാരോട് പഞ്ചായത്തിലെ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കന്യാകുമാരിയിലെ കണ്ണാടിപ്പാലം ഡിസംബറിൽ തുറക്കും. ഭാരതീയം ട്രസ്റ്റ് ഭവന പദ്ധതി താക്കോൽ കൈമാറി. സക്ഷമയുടെ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വേദനയുടെ നാളുകൾ മറന്ന് അവരെത്തി ചൂരൽമലയിലെ വിദ്യാലയങ്ങൾ ഉണർന്നു. രണ്ടാം പ്രവേശനോത്സവം. നോവിന്റെ നാളുകൾ പിന്നിട്ട് അവർ ഒന്നിച്ചിരുന്നു. തമ്മിൽ കെട്ടിപ്പിടിച്ച് കൈകോർത്ത് നടന്നു. കൂടിച്ചേരലുകൾ കളിചിരികളായി. മഹാദുരന്തത്തിന്റെ 35-ാം നാളിൽ അവർ സ്കൂളിന്റെ മുറ്റത്ത് ഓടി നടന്നു. ഉരുളെടുത്തുപോയ മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളും വെള്ളാർമല GVHSഉം മേപ്പാടിയിൽ തുറന്നു. പുനഃപ്രവേശനോത്സവം ആഘോഷമായി. ചൂരൽമല ഭാഗത്ത് നിന്ന് പ്രത്യേകം സർവീസ് നടത്തിയ KSRTC ബസ്സുകളിൽ വന്നിറങ്ങിയ കുരുന്നുകളെ മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മധുരം നൽകി കയ്യടികളോടെ സ്വീകരിച്ചു. സ്കൂൾ മുറ്റത്തൊരുക്കിയ വേദിയിൽ അവർ ഒന്നിച്ചിരുന്നു. വിട പറഞ്ഞവരുടെ ഓർമ്മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ ക്ലാസ് മുറികളിൽ പഠനം തുടങ്ങി പ്രതീക്ഷകളോടെ. കാരോട് പഞ്ചായത്തിലെ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കാരോട് പഞ്ചായത്ത് കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന പുഷ്പകൃഷി പദ്ധതിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CA ജോസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം ജാസ്മിൻ പ്രഭയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് അംഗങ്ങൾ, കൃഷി ഓഫീസർ ഡോക്ടർ ആര്യ SR എന്നിവർ പങ്കെടുത്തു. കാരോട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 2 ഹെക്ടർ ഭൂമിയിൽ പുഷ്പകൃഷി ചെയ്തു വരുന്നു. കന്യാകുമാരിയിലെ കണ്ണാടിപ്പാലം ഡിസംബറിൽ തുറക്കും. കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള പാറയ്ക്കുമിടയിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബർ മാസം അവസാനത്തിൽ പൂർത്തിയാകുമെന്ന് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി EV വേലു അറിയിച്ചു. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള കണ്ണാടിപ്പാലം 37 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് കണ്ണാടിപ്പാലം നിർമ്മിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഭാരതീയം ട്രസ്റ്റ് ഭവന പദ്ധതി താക്കോൽ കൈമാറി. ഭാരതീയം ട്രസ്റ്റ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ വീടിന്റെ താക്കോൽ മാരായമുട്ടം സ്വദേശി ശ്രീമതി ലേഖയ്ക്ക് കൈമാറി. കവടിയാർ കൊട്ടാരത്തിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് താക്കോൽ കൈമാറിയത്. ട്രസ്റ്റ് ചെയർമാൻ കരമന ജയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിജു പുന്നൂസ്, കലാമണ്ഡലം വിമല മേനോൻ, സംഗീതജ്ഞ അരുന്ധതി ടീച്ചർ, ദേവിരാജ് മോഹൻ, അമ്പിളി ജേക്കബ്, സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ SK അജയ്കുമാർ, ഡോക്ടർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സക്ഷമയുടെ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സർവഭിന്നശേഷിക്കാരുടെയും സമഗ്രക്ഷേമത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡൽ അഥവാ സക്ഷമയുടെ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പ്രശസ്ത കവിയും സക്ഷമയുടെ നെയ്യാറ്റിങ്കര താലൂക്ക് പ്രസിഡന്റുമായ ശ്രീ ഉദയൻ കൊക്കോടിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സക്ഷമയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ശങ്കർ മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ദിവ്യാംഗതരായിട്ടുള്ള കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. മെഡിക്കൽ പഠനത്തിന് അഡ്മിഷൻ ലഭിച്ച കുമാരി ആശയ്ക്ക് അനുമോദനം നൽകി. ഒപ്പം കേൾവി പരിമിതരായ അംഗങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ്, സക്ഷമയുടെ ഓണക്കിറ്റ്, ഓണസമ്മാനങ്ങൾ, കൂടെ ഓണസദ്യയും നൽകി. കൗതുക വാർത്തകൾ. ഒരു കുടുംബത്തിൽ 160 അധ്യാപകർ. പാനൂർ പാട്യം പഞ്ചായത്തിലെ ഈസ്റ്റ് കതിരൂർ വലിയ കൊല്ലേരി കൂർമ്മ തറവാടാണിത്. പല തായ്വഴികളിലായി 130 അധ്യാപകർ, കൂടെ മരുമക്കളായി എത്തിയവരിൽ 30ഓളം പേരും അധ്യാപകരാണ്. 5ാം തലമുറയിലുള്ളവരാണ് സർവീസിലുള്ളത്. അങ്ങനെ 160-ലേറെ അധ്യാപകർ. VKK ഗുരുക്കളാണ് കുടുംബത്തിലെ ആദ്യ അധ്യാപകൻ. 1892 ജനിച്ച ഗുരുക്കൾ വാഗ്ഭടാനന്ദ ഗുരുദേവരുടെ പ്രഥമ ശിഷ്യനായ സംസ്കൃത പണ്ഡിതനാണ്. നടൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പഠിച്ച സ്കൂളും ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ പ്രശസ്തരായ അധ്യാപകനും കൂർമ്മ കുടുംബത്തിന് സ്വന്തമായുണ്ട്. കായികം. ആൻസി സോജന് VP സത്യൻ പുരസ്കാരം. കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ KESPA ഏർപ്പെടുത്തിയ VP സത്യൻ പുരസ്കാരത്തിന് അന്താരാഷ്ട്ര ലോങ് ജമ്പ് താരം ആൻസി സോജൻ അർഹയായി. ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ അന്തരിച്ച VP സത്യന്റെ സ്മരണയ്ക്കായാണ് KESPA പുരസ്കാരം. പുരസ്കാരത്തിന് അർഹയാകുന്ന ആദ്യ വനിതയാണ് ആൻസി സോജൻ. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്കുമാർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മൂത്രാശയ സംബന്ധമായ അണുബാധയെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അണുബാധ അഥവാ ഇൻഫെക്ഷൻ ഏത് ഭാഗത്ത് വന്നാലും അത് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. മൂത്രാശയ സംബന്ധമായ അണുബാധ എന്ന് പറയുന്നത്
വളരെ നിസ്സാരമായി മൂത്രസഞ്ചിയിലും താഴോട്ടും വരുന്ന ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന അവസ്ഥ ഉണ്ടാകാം. അത് വളരെ ചെറിയ ചികിത്സ കൊണ്ട് പൂർണ്ണമായും മാറാവുന്നതാണ്. എന്നാൽ ഗൗരവമായ പൈലോനെഫ്രൈറ്റിസ് എന്ന മൂത്രസഞ്ചിയുടെ മുകളിലോട്ട്, അതായത് കിഡ്നിയിലെ ഭാഗങ്ങളിലും താഴോട്ടും മൂത്രസഞ്ചി ഉൾപ്പെടെ വരുന്ന ഗൗരവമായ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാം. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രാധാന്യം ആണ് ഇത് വ്യക്തമാക്കുന്നത്. സാധാരണ പെൺകുട്ടികളിൽ, ചെറുപ്പക്കാരിലൊക്കെ ഈ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ വളരെ നിസ്സാരമായി ചികിത്സിച്ച് മാറ്റാം. എന്നാൽ പ്രമേഹ രോഗികൾ, പ്രായമായവർ, മൂത്രാശയത്തിൽ തടസ്സം, അതായത് പ്രോസ്റ്റേറ്റ് വീക്കമുള്ളവർ തുടങ്ങിയവർക്ക് ഈ ഇൻഫെക്ഷൻ വരുമ്പോൾ അത് ഗൗരവമായി മാറാം. മാത്രമല്ല, മൂത്രസംബന്ധമായ കല്ലിൻ്റെ രോഗമുള്ള ആളുകൾ, അവർക്ക് തടസ്സം ആൾറെഡി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് യൂറിനറി ഇൻഫെക്ഷനായി വരുമ്പോൾ കൂടുതൽ ഗൗരവം അർഹിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉണ്ടാകുക, നീറ്റലുണ്ടാകുക, ഒരിക്കൽ മൂത്രം പോയതിന് ശേഷം വീണ്ടും വീണ്ടും മൂത്രം പോകണമെന്ന് തോന്നുക, ചിലപ്പോൾ രക്തത്തിൻ്റെ അംശം പോവുക, ഇതൊക്കെയാണ് മൂത്രാശയ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ. എന്നാൽ ഒരു പ്രമേഹ രോഗി, വളരെയധികം മരുന്നുകൾ കഴിക്കുന്ന, കിഡ്നിക്ക് ചെറിയ തകരാറുള്ള, മറ്റ് അവയവ വ്യൂഹങ്ങൾക്കും തകരാറുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും വേണമെന്നില്ല. അയാളുടെ രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുകയും ഡോക്ടർ പരിശോധിക്കാൻ തീവ്രപരിചരണ വിഭാഗത്തിലെത്തുമ്പോഴായിരിക്കും യൂറിനറി സെപ്സിസ് അഥവാ ഗൗരവമായ മൂത്രാശയ അല്ലെങ്കിൽ മൂത്രസംബന്ധമായ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് എംഫസിമാറ്റസ് പൈലോനെഫ്രൈറ്റിസ് എന്ന രോഗമാണ്. അതായത് കിഡ്നിക്കുള്ളിൽ ഇൻഫെക്ഷൻ വന്ന് അത് വളരെ ഗൗരവമായ അവസ്ഥയിലെത്തുകയും കിഡ്നിയുടെ പ്രവർത്തനത്തിനെ തകരാറിലാക്കുകയും സെപ്റ്റിസീമിയ എന്ന രോഗത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന വളരെ ഗൗരവതരമായ ഇൻഫെക്ഷനാണ് അത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂത്രാശയ സംബന്ധമായ രോഗാണുബാധ വളരെ നിസ്സാരമായതുണ്ടാകാം, വളരെ ഗൗരവമായതുണ്ടാകാം. അപ്പോൾ വ്യക്തി ശുചിത്വം, ടോയ്ലറ്റ് ഹാബിറ്റ്സ്, മറ്റ് രോഗങ്ങൾ, ഇതൊക്കെ ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നു. ഒരു രോഗമില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിന് വെള്ളം കുടിക്കുക, മൂത്രാശയത്തിൽ ഒരുപാട് സമയം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. മാത്രമല്ല, മൂത്രസംബന്ധമായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അവഗണിക്കാതെ ഉടൻ തന്നെ ചികിത്സ തേടുകയും അത് എന്ത് തരം രോഗമാണെന്ന് കണ്ടുപിടിക്കുകയും ചികിത്സ വൈകാതിരിക്കുകയും ചെയ്താൽ നമുക്ക് ഫലം നന്നായിരിക്കും. ഓർക്കുക, മൂത്രാശയ സംബന്ധമായ ഇൻഫെക്ഷൻ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ നിസ്സാരമായി കാണരുത്. അതിന് വേണ്ട ഗൗരവം കൊടുത്ത് ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ഉറപ്പുവരുത്തി ചികിത്സ ഉടനെ ചെയ്യേണ്ടതാണ്. ഇനി അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ 10 മുതൽ 12:30 വരെ. ഡോക്ടർ ഷെബിൻ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ. ENT ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ 9 മുതൽ 12:30 വരെ. ഡോക്ടർ മോഹൻ കുമാർ വൈകിട്ട് 5 മുതൽ 6:30 വരെ. ഫിസിക്കൽ മെഡിസിൻ OP വൈകിട്ട് 5 മുതൽ 6:30 വരെ. ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ 9495472598 9495472598 or 9072442098 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: വയറിളക്ക രോഗം മൂലം കൊച്ചു കുഞ്ഞുങ്ങൾ 100 കണക്കിന് മരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ആയിരുന്നു പ്രധാന മരണകാരണം. അതിന് വിപ്ലവകരമായ മാറ്റം വന്നത്
ORS എന്ന ലായനിയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. പഞ്ചസാരയും ഉപ്പും നിശ്ചിത അളവിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് ഉണ്ടാക്കുന്ന ലായനിയായിരുന്നു ആദ്യത്തെ ORS. ആ ORS കണ്ടുപിടിച്ചത് ഒരു ഇന്ത്യൻ ഭിഷഗ്വരനാണ്. അദ്ദേഹത്തിൻ്റെ പേര്. ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നത് വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.